പ്രയാസപ്പെടേണ്ടതില്ല. അള്ളാഹു നമ്മെ സമാധാനിപ്പിക്കുന്നുണ്ട്. രാജാതിരാജനായ അള്ളാഹു മഹാന്മാരായ സ്വഹാബികളെ സമാധാനിപ്പിച്ചത് അവർക്ക് മാത്രമുള്ള സമാധാനത്തിൻ്റെ വചനങ്ങളല്ല. ലോകാവസാനം വരെ അചഞ്ചലമായി അള്ളാഹുൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ എപ്പോഴെല്ലാം പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവരെല്ലാം സമാധാനിപ്പിക്കാനായി അള്ളാഹു ഇറക്കിയ സൂറത്തുൽ ബുറൂജ്. സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൊരു കഥയുണ്ട്. ആ കഥ റസൂലുള്ളാഹിക്ക് എന്തിനാണ് അല്ലാഹു പറഞ്ഞു കൊടുത്തത്? മഹാന്മാരായ സ്വഹാബികൾക്ക് മാത്രമല്ല, ലോകാവസാനം വരെ വരാനുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും പറഞ്ഞു കൊടുക്കാനാണ്. ഏതാണ് ആ കഥ? ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാതിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد. നിങ്ങളുടെ ശ്രദ്ധ ആ വിഷയത്തിലേക്ക് വരാനാണ് ഇത്രയും ഓതിയത്. ഒന്ന് പറഞ്ഞു പോകാം. മേലെ മാത്രം കഥയാ നമ്മൾ പറയാൻ പോകുന്നത്. ചരിത്ര കഥയാ, നോവലല്ല, ആരെങ്കിലും എഴുതിയ ചെറുകഥയല്ല, ആരെങ്കിലും മനസ്സിൽ ഊഹിച്ചെടുത്ത് എഴുതിയ പൊള്ളക്കഥകളല്ല. പിന്നെയോ മനുഷ്യ ചരിത്രത്തിൽ അല്ലാഹുവിൽ വിശ്വസിച്ചത് കാരണം ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു നാട്ടുകാരുടെ കഥ പറഞ്ഞു തരികയാണ് അല്ലാഹു. അതാർക്കെല്ലാമുള്ള ആശ്വാസമാ. മക്കയിലെ പാറക്കെട്ടുകൾക്കിടയിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സ്വഹൈബിനും അമ്മാറിനും ബിലാലിനും റളിയല്ലാഹു അൻഹും അവർക്ക് മാത്രമുള്ളതല്ല. കാശ്മീരിന്റെ താഴ്വരയിൽ കൂട്ടമായി ബാനഭംഗപ്പെടുത്തപ്പെട്ട നമ്മുടെ കൊച്ചുമക്കൾ മുതൽ നമ്മുടെ കൊച്ചുമോൾ മുതൽ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൽ വിശ്വസിച്ചത് കാരണം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി അല്ലാഹു ഹബീബായ റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്ത കഥയാണ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. കിടങ്ങുകാർ അവർ ശപിക്കപ്പെട്ടിരിക്കുകയാണ്. ഖുതില കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ നേരെ അർത്ഥം. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, ആ കിടങ്ങുകാർ ശപിക്കപ്പെട്ടിരിക്കുകയാണ്. അന്നാരി ദാതിൽ വഖൂദ്, ഏത് കിടങ്ങുകാരാ? അന്നാർ, തീ നിറക്കപ്പെട്ട കിടങ്ങുകാർ. എങ്ങനെയുള്ള തീയ? ദാതിൽ വഖൂദ്, ആ തീ തനിയെ കത്തുന്നതല്ല. അതാളി കത്തിക്കുവാനായി വിറകുകൾ കൊണ്ടുവന്ന് കൂട്ടി അതിൻ്റെ മീതെ അതിൽ തീ കൊടുത്ത് ആളി കത്തുന്ന തീയിൻ്റെ ആളുകൾ അവർ പരാജയപ്പെട്ടവരാണ്. അവരുടെ മേൽ അല്ലാഹുവിൻ്റെ ശാപം ഭവിച്ചിരിക്കുകയാണ്. അന്നാരി ദാതിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖൂദ്. അവർ ചെയ്തതെന്താ? അവർ ആ നാട്ടുകാർ ആ കിടങ്ങുകളുടെ ചുറ്റും പോയിരുന്നു. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. എന്നിട്ട് വിശ്വാസികളായ ആളുകളെ ആളിക്കത്തുന്ന ഈ തീയിലേക്ക് വലിച്ചെറിഞ്ഞ് അവർ വെന്തുരുകുന്നത് കണ്ട് രസിച്ച ആളുകൾ അവർ പരാജയപ്പെട്ടവരാ. അവരുടെ മേൽ അല്ലാഹുവിൻ്റെ ശാപം ഭവിച്ചിരിക്കുകയാണ്. ഇതിനാണ് അല്ലാഹു പറയുന്നത്, ഈ രീതിയിൽ മുഅ്മിനീങ്ങളെ പീഡിപ്പിക്കുന്നവരാരാണോ, മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നവരാരാണോ, അവരെല്ലാം
അല്ലാഹുവിൻ്റെ ലഅനത്ത് ഭവിച്ച ആളുകളാ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കേവലം ആ നാട്ടുകാർക്ക് മാത്രമല്ല, ലോകാവസാനം വരെയുള്ള എല്ലാ ജനതക്കുമായി അല്ലാഹുവിൻ്റെ മുന്നറിയിപ്പാണ്. എൻ്റെ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ പീഡിപ്പിക്കുന്ന ആളുകൾക്ക്, മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന ആളുകൾക്കുള്ള മുന്നറിയിപ്പാണ്. പറയാം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ. അന്നാരിദാത്തിൽ വഖാദ് ഇദും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്തത്? വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സ്തുത്യർഹനായ പ്രതാപശാലിയായ അല്ലാഹുവിൽ അവർ വിശ്വസിച്ചു എന്നല്ലാതെ അവരാ നാട്ടുകാരോട് അനീതി ചെയ്തിട്ടില്ല, അവരാ ഭരണകൂടത്തോട് അനീതി ചെയ്തിട്ടില്ല. അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നല്ലാതെ ഒരു കുറ്റവും അവർ ചെയ്തിട്ടില്ല എന്ന് അല്ലാഹു തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. എങ്ങനെയുള്ള അല്ലാഹുവാണ്? ആ റബ്ബിനാണ് ആകാശഭൂമികളുടെ അധികാരം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ആ ജനതയോട് അവർ ചെയ്തിരിക്കുന്ന ക്രൂരതക്കെല്ലാം അല്ലാഹു സാക്ഷിയാണ്. അല്ലാഹു അത് കണ്ടിട്ടുണ്ട് എന്ന് അല്ലാഹു വിളിച്ചു പറയുകയാണ്. അപ്പൊ ഇന്ത്യ രാജ്യമടക്കം പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ കലാപങ്ങളായാലും, അതേപോലെ അസ്തിത്വത്തെ നാമാവശേഷമാക്കാൻ നടക്കുന്ന കലാപങ്ങളായാലും, അതിൽ ഇഞ്ചിഞ്ചായി കൊല്ലപ്പെടുന്ന വൃദ്ധരായ ജനങ്ങളായാലും സ്ത്രീകളായാലും കുട്ടികളായാലും അവരോടവർ ചെയ്യുന്ന ക്രൂരത അല്ലാഹു കണ്ടിട്ടുണ്ട് എന്നാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക് വന്ന അന്ത്യം എന്താണോ അതേ അന്ത്യമാണ് അവരും പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് അല്ലാഹു പറഞ്ഞു തരുന്നത്. ഏതാണ് ഈ സംഭവം? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. മഹാനവലുകൾ പറയുകയാണ്, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പീഡനം സഹിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ കഥ? കാന മലികുൻ ഫീമൻ കാന ഖബലകും. പഴയ കാലത്തൊരു രാജാവുണ്ടായിരുന്നു അത്രേ. അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാ, പഴയ കാലത്തൊരു രാജാവുണ്ടായിരുന്നു അത്രേ. ആ രാജാവിന് വകാന ലഹു സാഹിറുൻ, അയാൾക്ക് മാരണം ചെയ്തു കൊടുക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു. അയാളുടെ കൊട്ടാരത്തിൽ അയാൾക്ക് വേണ്ടി സിഹ്റു പണിയെടുത്തു കൊടുക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു അത്രേ. ഫലമ്മാ കബിറ, അങ്ങനെ ഈ സിഹ്റു പണിയെടുക്കുന്ന ആൾ, അയാൾക്ക് പ്രായാധിക്യമായി, അയാൾ വലുതായി, അയാൾക്ക് പ്രായാധിക്യമായി, വൃദ്ധനായി അയാൾ. പിന്നെ അയാൾക്ക് ആ പണി ചെയ്യാനുള്ള കഴിവില്ലാതെയായി, അത്രയും ക്ഷീണിച്ചു പോയ അയാൾ. അപ്പം അയാൾ പ്രായമായി കൊണ്ടിരിക്കുമ്പോൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ ഇന്നീ കത് കബിർത്തു, ഞാൻ വലുതായി പോയി, ഞാൻ വൃദ്ധനായി, പ്രായാധിക്യമായി എനിക്ക്. രാജാവേ, ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾക്ക് മാരണം പണി ചെയ്തു തരാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഫബഅഥ ഇലയ്യ ഗുലാമാ, എനിക്കൊരു കുട്ടിയെ പറഞ്ഞു വെച്ചു തരണം അങ്ങ്. ഉഅല്ലിമുഹു വസ്സിഹ്റ, ആ കുട്ടിക്ക് ഞാൻ ഈ മാരണവിദ്യ പഠിപ്പിച്ചു കൊടുത്തു കൊള്ളാമെന്ന്. നിങ്ങൾ എനിക്കൊരു കുട്ടിയെ, നല്ല ബുദ്ധിമാനായ ഒരു കുട്ടിയെ പറഞ്ഞയച്ചു തരണം. ആ കുട്ടിക്ക് ഞാൻ ഈ മാരണവിദ്യ പഠിപ്പിച്ചു കൊടുക്കാം. എൻ്റെ കാശശേഷവും രാജാവേ, അങ്ങക്ക് ഈ പണി ചെയ്തു തരുന്ന ആളുകൾ വേണമല്ലോ എന്ന് ഈ സാഹിറായ ആൾ രാജാവിനോട് പറഞ്ഞത്രേ. ആര് പറയുന്ന കഥയാണെന്നറിയാമോ? സ്വാദിഖുൽ അമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ലോകത്തോട് ഹബീബ് ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല എന്ന് ആരാ സാക്ഷി നിൽക്കുന്നത്? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൊടിയ ശത്രുവായിരുന്നു ആ കാലഘട്ടത്തിൽ അബൂ സുഫിയാൻ. അബൂ സുഫിയാനോട് കൈസർ രാജാവ് ചോദിച്ചല്ലോ, അബൂ സുഫിയാനോട് അബ്സയുടെ രാജാവ് ചോദിച്ചല്ലോ, ഇയാൾ കളവ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് കൈസർ രാജാവ് ചോദിച്ചല്ലോ. കൈസർ രാജാവിൻ്റെ ചോദ്യത്തിന് അയാൾ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായിട്ടുണ്ട്. മഹാനവറുകൾ നൽകിയ മറുപടി, അയാൾ കളവ് പറയുന്നതായൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ്. അബൂ സുഫിയാൻ പറയാൻ കളവ് പറയാറുണ്ട് എന്നെനിക്ക് പറയാൻ തോന്നിയില്ല, കാരണം മുഹമ്മദ് പണ്ടേ കളവ് പറയാറില്ല എന്ന് സ്വാദിഖുൽ മസ്ദൂഖ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ അല്ലാഹുവിൻ്റെ ഹബീബ പുണ്യ നബിയാ പറഞ്ഞു തരുന്നത് കഥ. ഈ വൃദ്ധനായ സാഹിറായ ആൾ ആ രാജാവിനോട് പറഞ്ഞത്രേ, എനിക്ക് നല്ല ബുദ്ധിമാനായ ഒരു കുട്ടിയെ പറഞ്ഞയച്ചു തരണം, ഈ മാരണവിദ്യയെല്ലാം ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുക്കാം, എൻ്റെ കാലശേഷവും നിങ്ങൾക്കത് ചെയ്യാൻ ആൾ വേണമല്ലോ. അങ്ങനെ രാജാവ് രാജ്യത്ത് വിളംബരം ചെയ്ത് ഏറ്റവും ബുദ്ധിമാനായൊരു കുട്ടിയെ കണ്ടെത്തുകയാണ്. ആ കുട്ടിയെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് സിഹ്ർ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ്. അങ്ങനെ എല്ലാ ദിവസവും കുട്ടി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ തുടങ്ങി. രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഈ സിഹ്ർ പഠിപ്പിക്കുന്ന സാഹിറിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് വഴിയിൽ ഒരു പണ്ഡിതനായ ആളുണ്ട്, റാഹിബുണ്ട്. മതഗ്രന്ഥങ്ങളിൽ അവഗാഹ പാണ്ഡിത്യമുള്ള ആളാണ് അദ്ദേഹം. ഈ കുട്ടിയതാ ഈ പണ്ഡിതൻ്റെ അടുത്ത് കയറുകയാണ്. എന്നിട്ട് അയാളുടെ അടുത്ത് നിന്ന് ഇൽമും പഠിക്കുകയാണ്. അയാളുടെ അടുത്ത് നിന്ന് വേദത്തിലുള്ള ഇൽമുകൾ പഠിക്കുന്നു, തൗറാത്തിലും ഇഞ്ചീലിലുമുള്ള ഇൽമുകൾ പഠിക്കുകയാണ്. അങ്ങനെ ചില ദിവസങ്ങളിൽ ഈ കുട്ടി ഈ റാഹിബിൻ്റെ അടുത്ത് നിന്ന് സാഹിറിൻ്റെ അടുത്തെത്തുമ്പോഴേക്ക് താമസിച്ചു പോവും. അപ്പം ഈ മാരണക്കാരനായ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഈ മാരണക്കാരൻ കുട്ടിയോട് ദേഷ്യം പിടിക്കും. കുട്ടി വിദ്യ പഠിച്ച് തിരിച്ചു പോകുമ്പോഴും റാഹിബിൻ്റെ അടുത്ത് കയറും, പണ്ഡിതൻ്റെ അടുത്ത് കയറും. അയാളുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് കുട്ടി താമസിച്ചു പോകും. അപ്പം വീട്ടുകാരും കുട്ടിയോട് ദേഷ്യം പിടിക്കും. ഈ കുഞ്ഞുമോൻ തൻ്റെ റാഹിബായ പണ്ഡിതനായ ഉസ്താദിനോട് ഈ വിവരം പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, ഈ പണ്ഡിതൻ പറഞ്ഞത്രേ കുട്ടിയോട്, ഇതാ ഖശീത സാഹിറ, സാഹിറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് നേരം വൈകിട്ട് സാഹിർ നിന്നോട് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ നീ പറയേണ്ടത് ഹബസനി അഹ്ലി, ഞാൻ വീട്ടിൽ നിന്ന് വരാൻ താമസിച്ചു പോയതാണെന്ന് പറയണം. ഫൈദാ ഖശീത അഹ്ലക, ഇവിടെ വന്ന് ഇൽമ പഠിച്ച് നീ വീട്ടിലെത്താൻ താമസിച്ചു പോയാൽ വീട്ടുകാർ നിന്നെ ശകാരിക്കുകയാണെങ്കിൽ നീ പറയേണ്ടത് ഹസബനി അസ്സാഹിർ, മാരണവിദ്യ പഠിപ്പിക്കുന്ന ആൾ അയാളുടെ അടുത്ത് നിന്ന് ഞാൻ പുറപ്പെടാൻ വൈകിപ്പോയതാണെന്ന് പറയണം. എൻ്റെ അടുത്ത് വന്ന് ഇൽമ പഠിക്കുന്ന കാര്യം നീ പറയരുത്, കാരണം രാജാവും ഈ രാജ്യവും മുഴുവൻ ഇതിനെതിരാണ്, ഈ സത്യമതത്തിനെതിരാണ്, അല്ലേ? സത്യമതത്തിനെതിരാണ്. നമ്മളെ തന്നെ ചില കൂട്ടർക്ക് മനസ്സിലായിട്ടില്ല. നമ്മളെ തന്നെ ചിലപ്പോൾ ഭിന്നിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് സത്യസന്ധമാണ് എന്നാണോ അതോ വിനോദത്തിൻ്റെ പേരിലാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആത്യന്തികമായ വിരോധം അല്ലാഹുവിൻ്റെ ദീനിനോടാണ്. അവരോട് എങ്ങനെ സഹകരിക്കാനും കഴിയും എൻ്റെ സഹോദരങ്ങളെ? എന്തിൻ്റെ പേരിലായാലും സഹകരിക്കാനും കഴിയുമോ? ഈ റാഹിബായ പണ്ഡിതൻ കുഞ്ഞുമോനോട് പറയുകയാണ്, മോനെ നീ ഇങ്ങനെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായി നിനക്ക് പഠിപ്പിച്ചു തരാൻ കഴിയില്ല. അങ്ങനെ കുട്ടി അങ്ങനെ രണ്ട് വിദ്യയും പഠിക്കുകയാണ്. ഒരു ഭാഗത്ത് മാരണവിദ്യയാണ് പഠിക്കുന്നത്, മറ്റൊരു ഭാഗത്തോ അല്ലാഹുവിൻ്റെ ദീന കുഞ്ഞുമോൻ പഠിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി നടന്നു പോകുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് കഥ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്ന ചരിത്രമാ. കുട്ടി നടന്നു പോകുമ്പോഴാ
ഒരു വഴിയിൽ ആളുകളൊക്കെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. കുട്ടി അങ്ങോട്ട് ചെന്നു. എന്താ വിവരമെന്ന് ആരാഞ്ഞപ്പോ വഴിയിൽ വലിയൊരു സർപ്പം വഴി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും നടന്നു പോകാൻ പേടി. അത്ര വലിയ സർപ്പമാണ് വഴി തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്, ഈ കുഞ്ഞുമോൻ ഒരു തീരുമാനമെടുക്കുകയാണ്. ഈ കുട്ടി പറഞ്ഞത്രേ, അല്ലോ അലമോ അസ്സാഹിറു അഫ്ളൽ അമിർ റാഹിബ്. ഞാൻ 2 വിദ്യ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് സിഹറാണ്, ഒന്ന് ദീനാണ്. ഞാൻ പഠിക്കുന്ന സിഹറാണോ ദീനാണോ ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഇന്ന് അറിയാൻ പറ്റുന്ന ദിവസമാണിന്ന്. എന്നിട്ട് വാഹദ ഹജറ, ആ കുഞ്ഞുമോൻ ഭൂമിയിൽ നിന്നൊരു കല്ലെടുക്കുകയാണ്. ഫഖാൽ, ഒരു കല്ലെടുത്തുകൊണ്ട് ആ കുഞ്ഞുമോനെ പറയുകയാണ്, അല്ലാഹുമ്മ ഇൻകാന അംറുർ റാഹിബി അഹബ്ബ ഇലൈക മിൻ അംരി സാഹിർ. അല്ലാഹുവേ, ഞാൻ 2 വിദ്യയും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഞാൻ സിഹർ പഠിക്കുന്നുണ്ട്, മറുഭാഗത്ത് ഞാൻ ദീൻ പഠിക്കുന്നുണ്ട്. പണ്ഡിതന്റെ അടുത്ത് വെച്ച് ഞാൻ പഠിക്കുന്ന ഇൽമാണോ സാഹിറിന്റെ അടുത്ത് വെച്ച് ഞാൻ പഠിക്കുന്ന സിഹറിനേക്കാൾ നിനക്ക് ശ്രേഷ്ഠമെങ്കിൽ ഫഖതുൽ ഹാദിഹി ദാബാ, ഈ മൃഗത്തെ നീ കൊല്ലണേ അല്ലാ എന്ന് പറഞ്ഞ് ഈ കല്ലെടുത്ത് പണ്ഡിതന്റെ അടുത്ത് നിന്ന് ഞാൻ പഠിക്കുന്ന ഇൽമാണ് സിഹറിനേക്കാളും ശ്രേഷ്ഠമെങ്കിൽ അല്ലാഹുവേ, ഈ സർപ്പത്തെ നീ കൊല്ലണേ എന്ന് പറഞ്ഞ് സർപ്പത്തിന് നേരെ കല്ലെടുത്തെറിയുകയാണ്. അത്ഭുതം എൻ്റെ സഹോദരങ്ങളെ, ആ സർപ്പം ചത്തുപോവുകയാണ്. അങ്ങനെ വഴി തടസ്സപ്പെട്ടത് മുഖേന വഴിയിലൂടെ നടന്നു പോകാൻ കഴിയാത്ത ആളുകളെല്ലാം ആ വഴിക്ക് നടന്നുപോയി. സർപ്പം ചത്തുപോവുകയും ചെയ്തു. ഈ പണ്ഡിതന്റെ അടുത്ത് വെച്ച് പഠിക്കുന്ന കുട്ടി, രാജാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് മാരണവിദ്യ പഠിക്കുന്ന കുട്ടി ഈ കാര്യം പിറ്റേ ദിവസം പണ്ഡിതനോട് പറയുകയാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന്. ആ സമയത്ത് ആ പണ്ഡിതൻ കുട്ടിയോട് പറഞ്ഞത്, ഐ ബുനയ്യ അൻതല്ലോ അഫ്ളലു മിന്നീ, പൊന്നുമോനെ, നീ ഇന്ന് എന്നെക്കാളും ശ്രേഷ്ഠനാ മോനെ. എന്താണോ ഇത് പഠിപ്പിക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്, ആ സ്ഥാനത്തേക്ക് പൊന്നമോൻ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ, നീ പരീക്ഷിക്കപ്പെടും മോനെ. ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുന്നവരെല്ലാം പരീക്ഷിക്കപ്പെടും. നമ്മൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ പറയാ, എനിക്ക് അതിന് കൂടൂല എന്നാ പറയാ. അങ്ങനെ പറയാൻ പാടില്ല. മോനെ, നീ പരീക്ഷിക്കപ്പെടുമടാ. നീ പരീക്ഷിക്കപ്പെട്ടാൽ ഫലാ തദുല്ല അലയ്യ, ഞാനാണ് ഈ വിദ്യ നിനക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് നീ ആരോടും പറയരുതേ. ഇതാണ് ഈ പണ്ഡിതൻ ഈ കുഞ്ഞുമോനോട് പറഞ്ഞത്. അങ്ങനെ അതാ ഈ കുട്ടിക്ക് പല കഴിവുകളും വരികയാണ്. പല കഴിവുകളും പല സിദ്ധികളും ഉണ്ടായി. കാനയുബരി ഉൽ അക്മഹ, അന്ധനായ ആളെ കണ്ണൊന്ന് തടവിയാൽ, ഈ കുഞ്ഞുമോനെ കണ്ണൊന്ന് തടവിയാൽ അന്ധനായ ആളുടെ കാഴ്ച തിരിച്ചു കിട്ടുമായിരുന്നു. വെള്ളപ്പാണ്ട് രോഗമുള്ള ആരുടെ ശരീരത്തിൽ ഈ കുഞ്ഞുമോനെന്ന് കൈവച്ചാൽ മതി, വെള്ളപ്പാണ്ട് സുഖമാകുമായിരുന്നു. ഇന്ന രോഗം വന്നില്ല, ഏത് രോഗം വന്ന് ഈ കുട്ടിയോട് പറഞ്ഞാലും ആ കുട്ടി അതൊക്കെ മാറ്റിക്കൊടുക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഈ വിവരം രാജ്യത്തെല്ലായിടത്തും അറിഞ്ഞു. രാജാവിൻ്റെ മന്ത്രിമാരിൽ ഒരാൾ അന്ധനായിരുന്നു. അയാളും ഈ വിവരം അറിഞ്ഞു. അയാൾ ഈ കുട്ടിയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ മോനെ, എൻ്റെ ഈ അന്ധത കുഞ്ഞുമോനെ നീ മാറ്റിത്തന്നാൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരുമെന്ന് ഈ രാജാവിൻ്റെ മന്ത്രി പറയുകയാണ്. ആ സമയത്ത് ഈ കുട്ടി പറഞ്ഞു, ഫഖാലൽ ഗുലാം ഇന്നി ലാ അശ്ഫി അഹദാ,
മന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണോ, എനിക്കാരെയും സുഖപ്പെടുത്താൻ കഴിയില്ല. ഇന്നമായഷ്വില്ല, സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു മാത്രമാണ്. ഫഇന്നാമന്ത ബില്ലാഹി ദഅവതുല്ലാഹ ഫശഫാക്. ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം. നിങ്ങൾ അല്ലാഹുവിനോട് വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, അല്ലാഹു നിങ്ങളുടെ രോഗം മാറ്റി തന്നേക്കാമെന്ന് ഈ കുട്ടി മന്ത്രിയോട് പറഞ്ഞു. അപ്പം മന്ത്രി പറഞ്ഞു ഞാൻ വിശ്വസിക്കാമെന്ന്. അങ്ങനെ മന്ത്രി വിശ്വസിച്ചു. ഈ കുട്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തു. ദുആ ചെയ്തപ്പോൾ കാഴ്ച ശക്തി തിരിച്ചു കിട്ടി. പിറ്റേ ദിവസം മന്ത്രി പാർലമെന്റിൽ എത്തിച്ചേർന്നു. അന്ധനായിരുന്ന തലേ ദിവസം വരെ അന്ധനായിരുന്ന മന്ത്രിക്ക് കാഴ്ച തിരിച്ചു കിട്ടി. രാജാവ് ചോദിച്ചു, വല്ല നിനക്ക് എവിടെന്നാ ഈ കാഴ്ച തിരിച്ചു കിട്ടിയത്? അപ്പോൾ മന്ത്രി പറഞ്ഞു, മർറദ്ദ അലൈക ബസറക് ഖാല റബ്ബി, എനിക്കെൻ്റെ കാഴ്ച തിരിച്ചു തന്നത് എൻ്റെ റബ്ബാണ്. ഖാല, ഈ രാജാവ് ചോദിച്ചത്രേ, വലക റബ്ബുൻ ഗൈരി, ഞാനല്ലാത്തൊരു രക്ഷിതാവ് നിനക്കുണ്ടോ എന്ന്. ഖാല, അപ്പോൾ മന്ത്രി പറഞ്ഞുകൊണ്ട്, റബ്ബി വ റബ്ബുക്കല്ലാഹ്, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ രക്ഷിതാവ് അല്ലാഹുവാൻ. ഖാലൽ മലിക്കുൽ ഇറാഹി, അപ്പോഴാണ് ഈ രാജാവ് ഈ മന്ത്രിയോട് ചോദിച്ചത്, ആരാ നിനക്ക് ഈ വിവരം പഠിപ്പിച്ചു തന്നത്? ഞാനല്ലാത്തൊരു റബ്ബിനെ കുറിച്ച് നിന്നെ പഠിപ്പിച്ചത് ആരാണ്? രാജാവിൻ്റെ ചോദ്യമാണ് ഈ മന്ത്രിയോട്. ആരായി കഥ പറഞ്ഞു തരുന്നത്? അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ചുണ്ടുകളിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പാറക്കടവിൽ ശംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററിൻ്റെ മുറ്റത്തിരുന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ ഓതിപ്പടിക്കുന്ന കുഞ്ഞുമക്കൾ ഓതിപ്പടിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ മുറ്റത്തിരുന്ന് ആ ഹദീസ് കേൾക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു തന്ന കഥയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ രാജാവ് മന്ത്രിയോട് ചോദിച്ചോ? മന്ത്രി പറയാൻ കൂട്ടാക്കിയില്ല. ക്രൂരമായി മന്ത്രിയെ ശിക്ഷിച്ചു കൊണ്ടിരുന്നു. അവസാനം മന്ത്രി പറഞ്ഞു, എനിക്ക് ഈ കാര്യം പറഞ്ഞു തന്നത് നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് സിഹിർ പഠിക്കാൻ വരുന്ന കുട്ടിയാ എനിക്കെൻ്റെ കാഴ്ച തിരിച്ചു തന്നത്. ആ കുട്ടിയാണ് എനിക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത്. ഇത് പറഞ്ഞപ്പോഴാണല്ലോ രാജാവ് ആ കുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നത്. കുട്ടിയെ ക്രൂരമായി ശിക്ഷിച്ചോ? അവനോട് ചോദിച്ചു, ആരാ മോനെ നിനക്കിത് പറഞ്ഞു തന്നത്? ഈ കാര്യമല്ലല്ലോ ഞാൻ നിന്നെ പഠിപ്പിച്ചത്. അങ്ങനെ ശിക്ഷയുടെ കാഠിന്യം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ ആ കുട്ടി പറഞ്ഞു പോയി, അർറാഹിബ്, നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് സിഹിർ പഠിക്കാൻ ഞാൻ വരുന്ന വഴിക്കൊരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതൻ്റെ അടുത്ത് കയറി ഞാൻ ദീന് പഠിക്കാറുണ്ടായിരുന്നു. ആ പണ്ഡിതനാ ഈ കാര്യം എന്നെ പഠിപ്പിച്ചത് എന്ന്, അള്ളാഹുവിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് എന്ന്. അങ്ങനെ ആ പണ്ഡിതനെ പിടിച്ചു കൊണ്ടുവന്നു. പണ്ഡിതനോട് ഈ രാജാവ് മാറാൻ പറഞ്ഞു. മാറാൻ കൂട്ടാക്കിയില്ല. ക്രൂരമായ പണ്ഡിതനെ കൊല ചെയ്യുകയാണ്. മന്ത്രിയെയും കൊല ചെയ്യുകയാണ്. ഈ പിഞ്ചു പൈതലാണല്ലോ, സാധാരണ കുട്ടിയാണല്ലോ. രാജാവ് ഈ കുട്ടിയെ പിടിച്ചിട്ട് കൊട്ടാരത്തിലുണ്ടായിരുന്ന സേവകന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇവനെയുമായി നിങ്ങൾ പോവുക, പോയിട്ടിന്നാലിന്ന മല കയറുക. ഇദ്ഹബൂ ബിഹി ഇലാ ജബലി കദാ വകദാ, ഇന്നാലിന്ന മലയിലേക്ക് നിങ്ങൾ ഇവനെയും കൊണ്ടുപോവുക. ഫസ്അദൂ ബിഹിൽ ജബൽ, എന്നിട്ട് നിങ്ങൾ പർവ്വതം കയറുക. ഫൈദാ ബലഗ്തും ദിർവത, നിങ്ങൾ ആ പർവ്വതത്തിൻ്റെ ഉച്ചയിലെത്തിയാൽ ഈ കുട്ടിയോട് മതത്തിൽ നിന്ന് പിന്മാറാൻ പറയണം. ഇവൻ പിന്മാറിയാൽ നിങ്ങൾ അവനെയുമായി തിരിച്ചു വരണോ? വഇല്ലാ ഫത്രഹാ, അവൻ്റെ മതത്തിൽ നിന്ന് മാറാൻ തയ്യാറാകുന്നില്ലെങ്കിൽ മലമുകളിൽ അവനെ ഉപേക്ഷിച്ചു പോരാൻ പറഞ്ഞു. രാജകിങ്കരന്മാർ ഈ കുട്ടിയുമായി മല കയറി. മലയങ്ങനെ കയറിയിട്ട് മലയുടെ ഉച്ചയിൽ എത്താൻ പോകുമ്പോഴാ ഈ കുഞ്ഞുമാൻ അള്ളാഹുവിനോടൊരു ദുആയാണ്, ഒരൊറ്റ പ്രാർത്ഥനയാ. അല്ലാഹുമ്മ ക്ഫിനീഹിം, അല്ലാഹ്
റബ്ബേ ഇവരിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേയെന്ന്. ഉടനെ അതാ അതിശക്തമായ പ്രകമ്പനം, ഭൂകമ്പമുണ്ടാകുന്നു. മല കിടകിട വിറക്കാൻ തുടങ്ങി. ഈ കുട്ടിയുമായി പോയ രാജകിങ്കരന്മാർ എല്ലാവരും മലമുകളിൽ നിന്ന് ഉരുണ്ട് വീട് മരണപ്പെടുകയാ. അത്ഭുതമെന്ന് പറയട്ടെ, കുട്ടിക്കൊന്നും സംഭവിച്ചില്ല. അവൻ കൊട്ടാരത്തിലേക്ക് കയറി വരികയാണ്. ഈ കൊട്ടാരത്തിലേക്ക് കുട്ടി കയറി വന്നപ്പോൾ രാജാവ് ചോദിച്ചു കുട്ടിയോട്, കുട്ടി മോനെ, നിന്റെ കൂടെ വന്നവരൊക്കെ എവിടെ? കുട്ടി പറഞ്ഞു, കഫാനീഹിമുല്ലാഹ്, അവരെല്ലാം അല്ലാഹു നശിപ്പിക്കുകയും എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് രാജാവേ. രാജാവിൻ്റെ കലി കയറി. രാജാവ് മറ്റൊരു സംഘം കിങ്കരന്മാരെ വിളിച്ചിട്ട്, സേവകന്മാരെ വിളിച്ചിട്ട് അവരുടെ കയ്യിലേക്ക് കുട്ടിയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവനെയുമായി കടന്നു പോകണോ, ഇന്ന സമുദ്രത്തിൽ പോകണോ, അവനെയുമായി നിങ്ങൾ സമുദ്രത്തിൻ്റെ നടുഭാഗത്തേക്ക് പോകണേ. ഇദ്ഹബൂ ബിഹി, നിങ്ങൾ അവനുമായി പോകണം. എന്നിട്ടോ നിങ്ങൾ ഈ സമുദ്രത്തിൻ്റെ നടുഭാഗത്തെത്തിയാൽ അവനോട് മതത്തിൽ നിന്ന് പിന്മാറാൻ പറയണം. അവൻ പിന്മാറാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ഫഖദിഫൂഹു, അവനെ നിങ്ങൾ സമുദ്രത്തിൽ എറിഞ്ഞിട്ട് തിരിച്ചു വരണേ എന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം നിങ്ങൾ, കഴിഞ്ഞ കാലഘട്ടത്തിൽ അല്ലാഹുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ എന്തൊക്കെ പീഡനങ്ങളാ സഹിക്കേണ്ടി വന്നത്, എന്തൊക്കെ പീഡനങ്ങളാ സഹിക്കേണ്ടി വന്നതിൻ്റെ സഹോദരങ്ങളെ. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ, അങ്ങനെ ഈ കുട്ടിയുമായി രാജകിങ്കരന്മാർ പോകുന്നു. അവർ കായപ്പായ കപ്പലിൽ അങ്ങനെ സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തുകയാണ്. അപ്പോഴാ കുഞ്ഞുമോനൊരൊറ്റ പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട്, അല്ലാഹുവേ ഇവരിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് ദുആ ചെയ്യുകയാണ്. ഉടനെ അതാ ശക്തമായ കൊടുങ്കാറ്റ് വരുന്നു. കപ്പൽ നേരെ പോയിട്ടൊരു പാറയ്ക്ക് ഇടിക്കുകയാണ്. ഇടിച്ചിട്ട് കപ്പൽ തകർന്നു പോയി എല്ലാവരും വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാ. ഈ കുഞ്ഞുമോൻ്റെ അടുത്തേക്ക് ഒരു കപ്പലിൻ്റെ പൊട്ടിപ്പോയ ഒരു ഭാഗം അല്ലാഹു അടുപ്പിച്ചു കൊണ്ടുപോവുകയാണ്. ഈ കുഞ്ഞുമോൻ വെള്ളത്തിൽ പൊങ്ങി വന്ന ആ പലകയുടെ മുകളിൽ പറ്റിപ്പിടിച്ച് ഓളങ്ങളവനെ കരക്ക് കൊണ്ടുപോയി തള്ളുകയാണ്. കുഞ്ഞുമോൻ നേരെ രാജകൊട്ടാരത്തിലേക്ക് ചെന്നു. രാജാവ് ചോദിച്ചു, എടാ നിന്റെ കൂടെയുള്ളവരെവിടെ? കുഞ്ഞുമോൻ പറഞ്ഞു, കഫാനീഹിമുല്ലാഹ്, അല്ലാഹു അവരിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. രാജാവിനെ കലി കയറി. രാജാവിന് എന്താ ചെയ്യേണ്ടത് എന്ന പിടുത്തമില്ലാതിരിക്കുമ്പോഴാ രാജാവിനോട് ഈ കുഞ്ഞുമോൻ പറയുന്നത്, ഇന്നക ലസ്ത ബിഖാതിലി, രാജാവേ എന്നെ കൊല്ലാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ആലോചിക്കണ ഒരു പിഞ്ചു പൈതല, ഒരു വലിയ സാമഗ്രികളും സംവിധാനമുള്ള രാജാവിനോട് പറയുന്നത്, ഇന്നക ലസ്ത ബിഖാതിലി, എന്നെ കൊല്ലാൻ നിങ്ങൾക്ക് കഴിയില്ല. ഹത്താ തഫഅല മാ ആമുറു ബിഹി, എന്നെ നിങ്ങൾക്ക് കൊല്ലണോ, ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ പണിയെടുത്താലേ എന്നെ കൊല്ലാൻ കഴിയൂ, അല്ലാതെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും എന്നെ കൊല്ലാൻ കഴിയില്ല. ഖാലൽ മലിക്, അപ്പൊ ഈ രാജാവ് ചോദിച്ചു, മാഹുവ, അതെന്താ, നിന്നെ കൊല്ലാനുള്ള മാർഗം എന്താണ്? ആലോചിക്കണം, ഒരു പിഞ്ചു പൈതലിന്റെ മുമ്പിലാണ് ഒരു രാജ്യത്തിന്റെ അധികാരി വീർത്തു പോകുന്നത്. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്. അങ്ങനെ എന്താ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റാത്തത്? ഉമർ ഖാദി ചെയ്തില്ലേ? ഉമർ ഖാദിനെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ചല്ലോ. ആര് ജയിലിലടച്ചു? ബ്രിട്ടീഷുകാർ. നികുതി തരാൻ പറഞ്ഞപ്പോ പറഞ്ഞു, അള്ളാഹുവിന്റെ ഭൂമിക്ക് നികുതിയോടാ, ഉമർ തരില്ലടാ നികുതി. പിടിച്ചുകൊണ്ടുപോയി ഉമർ ഖാദിയെ അങ്ങനെ ജയിലിൽ കൊണ്ടുപോയി അടച്ചു. മാത്രമല്ല നികുതി ചോദിച്ചു വന്ന സായിപ്പിന്റെ മുഖത്തേക്ക് കാർക്കിച്ചങ്ങ് തുപ്പി. നികുതി ചോദിക്കുകയോ? പിടിച്ചുകൊണ്ടുപോയുള്ള ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയിട്ട് ജയിലിലടച്ചു. പിറ്റേ ദിവസം ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ജയിൽ തുറന്നു നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. ഉമർ ഖാദിയെ കാണുന്നില്ല. സായിപ്പ് തന്നെ എഴുതി വെച്ചില്ലേ, അത്ഭുതമായിരുന്നു ഉമർ ഖാദി എന്ന്. ചുമരുകൾ എവിടെയും തുറന്നിട്ടില്ല. ഉമർ ഖാദി രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് ജയിലിനകത്ത് നിന്ന്. ഏത് ഉമർ ഖാദിയ? അത്ഭുതപ്പെടണോ?
ഈ ഉമർ ഖാദിയല്ലേ റൗളയുടെ പൂട്ട് പൊട്ടിച്ചത് സ്നേഹം കൊണ്ട്, ഇരുമ്പ് ദണ്ട് കൊണ്ട് പൊട്ടിച്ചതല്ല, താക്കോല് കൊണ്ട് ചാവി കൊണ്ട് തുറന്നതല്ല. മജഫദമൻ സലമിൻ ഐനൈനി ലകിന്നഹു യജരി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. ഈ കുട്ടി പറഞ്ഞു രാജാവിനോട്, രാജാവേ, നിങ്ങൾ എന്ത് പടിയെടുത്താലും എന്നെ കൊല്ലാൻ കഴിയില്ല. ഹത്താ തഫ്അല മാ ആമുറുഹു ബിഹി മാ ആമുറുക ബി. നിങ്ങളോട് ഞാൻ ചെയ്യാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം. രാജാവ് ചോദിച്ചു, അതെന്താ? ഈ കുഞ്ഞുമോൻ പറഞ്ഞു, രാജാവേ, തജ്മഉന്നാസ ഫീ സഈദിൻ വാഹിദിൻ, വിശാലമായൊരു മരുഭൂമിയിൽ, വിശാലമായൊരു ഗ്രൗണ്ടിൽ ഈ രാജ്യത്തുള്ള ജനങ്ങളെ എല്ലാം നിങ്ങൾ ഒരുമിച്ച് കൂട്ടണോ, പരമാവധി ആളുകൾ നിങ്ങൾ ഒരുമിച്ച് കൂട്ടണോ. എന്നിട്ടോ വതസ്ലുബനി ഫീ ജിദ്ഇൻ വാഹിദിൻ, നിങ്ങൾ രാജ്യത്ത് വിളംബരം ചെയ്യണോ, നമ്മുടെ മതത്തിനെതിരായ കുട്ടിയെ കൊല്ലാൻ പോവാണ്, എന്നിട്ട് നിങ്ങൾ രാജ്യത്തെ പരമാവധി ജനങ്ങൾ ഒരുമിച്ച് കൂട്ടണം രാജാവേ. എന്നിട്ട് വതസ്ലുബനി ഫീ ജിദ്ഇൻ വാഹിദിൻ, ഒരു മരത്തിന്റെ കൊമ്പിൽ നീ ഒരു മരത്തിന്റെ തടിയുടെ മുകളിൽ എന്നെ അങ്ങ് തസ്ലുബനി ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണോ. തുമ്മ ഖുദ് സഹ്മൻ മിൻ കിനാനതി, പിന്നെ നിങ്ങൾ എന്റെ അമ്പിന്റെ ഉറയിൽ നിന്ന്, നിങ്ങളുടെ ആവനാഴിയിൽ നിന്നല്ല, എന്റെ ആവനാഴിയിൽ നിന്നൊരു അമ്പെടുക്കണം. തുമ്മദ ഇസ്സഹമ ഫീ കബിരിൽ ഖൗസി, എന്നിട്ട് ആ അമ്പ് നിങ്ങൾ വില്ലിൽ ഘടിപ്പിക്കണോ. തുമ്മ ഖുൽ, എന്നിട്ട് എന്റെ നേരെ ആ അമ്പിങ്ങനെ നേരെ സൂത്രം പിടിച്ച് നിങ്ങൾ ഇങ്ങനെ പറയണം, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ രക്ഷിതാവായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ അമ്പെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അമ്പെയ്താൽ ആ അമ്പന്റെ ശരീരത്തിൽ പതിക്കും. പതിച്ചാൽ രക്തം വാർന്നൊഴുകി ഞാൻ മരിച്ചു പോകും. ഇതല്ലാതെ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല രാജാവേ എന്ന് പറഞ്ഞപ്പോ ഈ രാജാവ് രാജ്യത്ത് മുഴുവൻ വിളംബരം ചെയ്തു. എന്താ വിളംബരം ചെയ്തത്? നമ്മുടെ മതത്തിനെതിരായ കുട്ടിയെ അവനെ കൊല്ലാൻ പോവാൻ അല്ലേ? ചില ആളുകൾ അങ്ങനെ പേടിച്ചത് കൊണ്ടല്ലേ ഇസ്ലാമിനെ കുറിച്ച് ലോകം അറിഞ്ഞാൽ, ജനങ്ങൾ അറിഞ്ഞാൽ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ഒഴുകും എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ചില മതപ്രബോധകന്മാർക്ക് കൂച്ചുവിലങ്ങിടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ വിദേശത്ത് പോയിട്ട് പറഞ്ഞു, ഇവിടെ ഇറങ്ങിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന്, ഇവിടെ ഇറങ്ങിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന്. അള്ളാഹുവിന്റെ ദീനിനെതിരെ ആഞ്ഞടിക്കുന്ന സ്വഭാവങ്ങൾ ഇന്നുമില്ലേ എന്റെ സഹോദരങ്ങളെ? ഏതായാലും ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോ രാജാവ് രാജ്യത്ത് വിളംബരം ചെയ്തു, കുട്ടിയെ കൊല്ലാൻ പോവുകയാണ്. നമ്മുടെ മതത്തിനെതിരായ ആളാണ്. കേട്ടപാട് രാജ്യത്തെ ജനങ്ങൾ, ഒരുപാട് ആളുകൾ ഒത്തുചേർന്നു. വിശാലമായ മൈതാനിയിലാണ്. അപ്പോഴാ ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. ആരവങ്ങൾ മുടങ്ങുന്നു. കുട്ടിയെ കൊല്ലാൻ പോകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ആ രാജ്യം. അപ്പോഴാ ഒരു കുന്തത്തിൽ ഇങ്ങനെ നാട്ടിയിട്ടൊരു കുഞ്ഞുമോനെ ആ സദസ്സിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. എല്ലാവരും ഹർഷാരവം മുഴക്കുകയാണ്. അപ്പോഴാ കൊട്ടാരത്തിൽ നിന്ന് രാജാവ് ഇറങ്ങി വരുന്നു. സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ കുട്ടിയുടെ ആവനാടിയിൽ നിന്നൊരമ്പെടുത്ത്, അമ്പിന്റെ ഉറയിൽ നിന്നൊരമ്പെടുത്ത് വില്ലിൽ ഘടിപ്പിച്ചു പിടിച്ച് കുട്ടിക്ക് നേരെ സൂത്രം പിടിച്ചിട്ട് ഈ രാജാവ് ഉറക്കെ പറഞ്ഞു, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം. ഈ കുട്ടിയുടെ രക്ഷിതാവായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ അമ്പെയ്യുന്നു എന്ന് വില്ലിൽ അങ്ങ് തൊടുത്തു വിട്ടപ്പോൾ ഈ അമ്പ് നേരെ ചെന്ന് തറച്ചത് ഈ കുഞ്ഞുമോന്റെ ചെന്നിയിലാണ്. ആര് പറഞ്ഞു തരുന്ന കഥയാണെന്നറിയുമോ നിങ്ങൾ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഹബീബിനെ കാണാനുള്ള സൗഭാഗ്യം തരണേ റബ്ബേ. മരിക്കുന്നതിന് മുമ്പ് ആ പുണ്യഭൂമാന്റെ ശരീരത്തിൽ
ഒരു നോട്ടമെങ്കിലും നോക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. രാജാതിരാജനായ റബ്ബിനോട് ദുആ ചെയ്യുകയാ. ചെന്നിലെ കമ്പങ്ങ് തെഞ്ഞ് തെറച്ചു, രക്തമങ്ങനെ ചീറ്റി ഒലിക്കാൻ തുടങ്ങി. കുട്ടിയതാ മരണപ്പെട്ട കുന്തത്തിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. ഈ രംഗം കണ്ടപ്പോൾ അവിടെ ചൊരുമിച്ചു കൂടിയ ആളുകൾ ചോദിച്ചു, എന്താ രാജാവിന് യാതൊരു കഴിവുമില്ലേ? രാജാവ് ദൈവമാണെന്നല്ലേ പറയുന്നത്, അയാൾക്ക് യാതൊരു കഴിവുമില്ലേ? അയാൾ പോലും ഈ കുട്ടിയെ കൊല്ലുമ്പോ കുട്ടി വിശ്വസിച്ച റബ്ബിന്റെ നാമത്തിൽ എന്നല്ലേ പറഞ്ഞത്? അവിടെ കൂടിയിരുന്ന ജനതയതാ മഹാഭൂരിഭാഗം ആളുകളും ഒറ്റയടിക്ക് വിളിച്ചു പറഞ്ഞല്ലോ, ആമന്നാ ബിറബ്ബിൽ ഗുലാം. ഈ കുട്ടിയെ രാജാവ് ഇതിന് മുമ്പ് കൊല്ലാൻ ശ്രമിച്ചിട്ട് കൊല്ലാൻ പറ്റിയിട്ടില്ല. ഈ കുട്ടിയുടെ നാഥന്റെ നാമത്തിലാണ് അമ്പ് ചെയ്തപ്പോഴാണല്ലോ ഈ കുട്ടിയെ കൊല്ലാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ കുട്ടി ഏത് റബ്ബിലാണോ വിശ്വസിക്കുന്നത് ആ റബ്ബിൽ ഞങ്ങളും വിശ്വസിച്ചിരിക്കുകയാണ്. കൂട്ടമായ മതപരിവർത്തനം ഉണ്ടായി. ഇസ്ലാമിലേക്ക് കൂട്ടമായി ആളുകൾ ഒഴുകി വരാൻ തുടങ്ങി. ഈ വിവരം രാജാവ് അറിയാനിടയായി. അപ്പോഴാ രാജകൽപ്പന വരുന്നത്. എവിടെയെല്ലാമാണോ ആളുകൾ മതം മാറിയത് അവിടങ്ങളിലെല്ലാം കിടങ്ങ് കുടിക്കാൻ ഓർഡറിട്ടു. ആ കിടങ്ങിന്റെ നീളം 40 മുഴം നീളമാണ്, 12 മുഴം വീതിയാണ്. മതം മാറിയ നാടുകളിലെല്ലാം ഈ കിടങ്ങുകൾ കുടിക്കാൻ രാജാവ് ഓർഡറിടുകയാണ്. എന്നിട്ടോ വലിയ വലിയ മരങ്ങളും ഒട്ടികളും വിറകോളാവൂല ഓളോന് തിരിച്ചെടുക്കുക. അങ്ങനെ കോട ഇടപെട്ട് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ 3 ത്വലാഖ് ചൊല്ലിയ പെണ്ണിൻ്റെ കൂടെ രണ്ടാമത് ജീവിക്കേണ്ടി വന്നാൽ അവർ ചെയ്യുന്നത് മുഴുവൻ വ്യഭിചാരം. വ്യഭിചാരമാണ്. നിങ്ങൾ ആലോചിക്കണം, മുസ്ലിം ഉമ്മത്തിന്റെ മതനിയമത്തിൽ കടന്നുകയറ്റം നടത്തുന്ന ആളുകളുടെ ലക്ഷ്യമെന്താ? അള്ളാഹുവിന്റെ ദീനിനെ ഇഞ്ചിഞ്ചായി രാജ്യത്ത് നിന്ന് നീക്കം ചെയ്യല അവരുടെ ലക്ഷ്യം. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നേരിടുന്ന ഈ പ്രതിസന്ധിയിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതെന്ത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അതാ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോ ഈ രാജാവ് അങ്ങനെ പ്രഭാഷണം നടത്തിയത്രേ രാജ്യത്തോട്. സ്വന്തം സഹോദരിയെ വിവാഹം ചെയ്യുന്നത് അള്ളാഹു ഹലാലാക്കിയിരിക്കുന്നു എന്ന്. പക്ഷേ ജനങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകളെ വലിയ വലിയ തീയിന്റെ കിടങ്ങുകൾ ഉണ്ടാക്കി അതിലേക്ക് കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞു. ആ സംഭവത്തെ ഉദ്ധരിച്ചാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് എന്നാണ് വേറെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. അപ്പൊ മുത്തലാഖ് ബില്ല് അംഗീകരിക്കാത്തവനെ കൊണ്ടുപോയി ജയിലിലടക്കുക. തലാഖ് ചെല്ലണം എന്നല്ല ഇപ്പൊ പറഞ്ഞതിനർത്ഥം. തലാഖ് ചെല്ലണം എന്ന് പറഞ്ഞ മതമല്ല ഇസ്ലാം. അനിവാര്യമായ ഘട്ടത്തിൽ പിരിയേണ്ടി വന്നാൽ പിരിയാനുള്ള വാതിൽ തുറന്നു കൊടുത്തതാണല്ലോ അല്ലാഹു. അല്ലേ, ഒരു ഭാര്യക്കും ഭർത്താവിനും ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയില്ല. എന്നാ പിന്നെന്താ പറയണ്ടേ? യോജിച്ചു പോകാൻ കഴിയൂലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചിക്കണമെന്നോ? ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവണ്ടേ? ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയില്ല. അപ്പം എന്താ പറയുക? എന്നാ നിങ്ങൾ പിരിഞ്ഞാളി, രണ്ടാളും വേറെ നല്ല ജീവിതം നയിച്ചോളി എന്നല്ലേ പറയണ്ടേ? അതല്ലേ മാന്യത? അതല്ലേ അള്ളാഹുവിന്റെ ദീൻ ചെയ്തത്? അതാണല്ലോ അള്ളാഹുവിന്റെ ദീൻ ചെയ്തത്. പിന്നെ 3 ത്വലാഖ് ചൊല്ലിയാൽ എന്താ നിയമം? അത് ത്വലാഖ് കൊണ്ട് കളിക്കാൻ പാടില്ല, ഭീഷണിയാണ്. ചില മനുഷ്യന്മാരുടെ ഇടക്കിടക്ക് അന്നെ ഞാൻ തലാഖല്ലേ, ആ ത്വലാഖല്ലേ, ഞാൻ എൻ്റെ ഇടക്ക് പോയിക്കോ പറയും. 3 വട്ടം വരെ ഇസ്ലാം അത് പൊറുക്കും. 3 വട്ടം അത് ചെയ്താൽ പിന്നെ പറയുന്നത് പിന്നെ ആ ഭാര്യ. അങ്ങനെയാണ് ചില മനുഷ്യന്മാർക്ക് ത്വലാഖ് ഒരു ചൂടിലാണ് ചെല്ലല. ചൂട് ചെല്ലിയാലും കാര്യത്തിൽ ചെല്ലിയാലും കളിയിൽ ചെല്ലിയാലും ഒക്കെ ത്വലാഖാണ്. അല്ലേ? 3 കാര്യങ്ങളുണ്ട്. അത് കളിയും കാര്യമാണ്, കാര്യവും കാര്യമാണ്. അതിൽ ഒന്ന് ത്വലാഖാണ്. ത്വലാഖ്. ഒരാൾ വെറുതെ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയെ തലാഖല്ലേ, അല്ലെ ഓളോട് പറഞ്ഞു എന്നെ തലാഖല്ലേ, എൻ്റെ ഇടക്ക് പോയിക്കോന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതേന്നു, അതൊന്നും കൂട്ടൂല, പോയിക്കോളണം ഓളടക്ക്. പോകണോ? അതുകൊണ്ട് നിക്കാഹ്, വിവാഹം, കുടുംബജീവിതം വളരെ പവിത്രമാണ്. അതിങ്ങനെ കുട്ടിക്കളി കളിക്കണമാതിരി കളിക്കാൻ പാടില്ല. അതുകൊണ്ടാ പറഞ്ഞത് 3ാമത്തെ ത്വലാഖും ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാര്യയെ തിരിച്ചെടുക്കണമെങ്കിൽ മറ്റൊരാൾ കല്യാണം ചെയ്ത് അയാൾ ശാരീരികമായി ബന്ധപ്പെട്ട് അയാൾ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കി
ഇദ്ദ കഴിഞ്ഞതിന് ശേഷമേ തിരിച്ചെടുക്കാൻ പറ്റൂ, അല്ലാതെ ഇയാൾക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല. അത് തലാഖ് കൊണ്ട് കളിക്കാതിരിക്കാൻ അള്ളാഹു കർശന നിയമം വെച്ചതാണ്. എല്ലേ തലാഖ് കൊണ്ട് കളിക്കും. പല ആൾക്കാരും തലാഖ് അല്ലാത്തതെന്നാണ് പേടിച്ചിട്ടല്ലേ അല്ലേ? എൻ്റെ അടുത്ത് ഞാൻ ഒരിക്കൽ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക, മട്ടന്നൂർ, ഒരു ചങ്ങായി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ വാതിലിന് മുട്ടണം, ഭയങ്കര മുട്ടൽ, ഹലോ ഹലോ, വാതിലിന് ഇങ്ങനെ മുട്ടുക. ഞാനൊരു 10-11 മണി സമയത്താണ് റൂമിലിരിക്കുക. ഇവിടെ ഉസ്താദുണ്ടോ, ഉസ്താദുണ്ടോ ഇവിടെ എന്ന് വെച്ചിട്ടാണ് വിളിക്കുന്നത്. ഞാൻ മെല്ലെ ചെന്ന്, ഞാനപ്പോൾ കള്ളിത്തുണിയും പനിയനും ഇട്ട് ഞാൻ ചോദിച്ചു, എന്തേ ഇവിടെ ഉസ്താദ് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ എന്തെങ്കിലും പ്രശ്നം? അല്ല, ഞാൻ ഉസ്താനെ തിരഞ്ഞു വന്നതാണ്. ഞാൻ പറഞ്ഞു, എന്താണ് പ്രശ്നം, എന്താ പറഞ്ഞു? എനിക്ക് ഉസ്താനെ കാണാം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓൻ ആ ബൈക്കന്നെ 5-8 കൊല്ലം ആ ബൈക്കന്നെ വന്നിട്ടില്ല. കാരണം ആ പള്ളിയിലെ ഖത്തീബ് മാറി വിവരം തന്നെ ഓൻ അറിയില്ല. അറിയണേ പള്ളി വരണ്ടേ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? നിങ്ങൾ തന്നെയാണോ ഉസ്താദ് എന്ന് ചോദിച്ചു. ആന്ന്, നിങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞോളിന്ന്. അപ്പം എൻ്റെ കയ്യിലൊരു എഴുത്ത് തന്നു. ഞാനത് വായിച്ചു നോക്കുന്ന സമയത്ത്, നിങ്ങളുടെ മഹലിലെ ഇന്നാലിനവരുടെ മകളെ ഞാൻ 3 ത്വലാഖും ചൊല്ലിപ്പിരിച്ച് ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് ആരെ എഴുതിയതാ? അതിൻ്റെ ഒരു സുഹൃത്ത് എഴുതിയതാണ്. ഒപ്പിട്ടതാരാ? ഞാനാണ്. നിങ്ങൾ തലാഖല്ലേന്ന് ചോദിച്ചു. ആ, അതങ്ങനെ തന്നെയാണ്, ഓളെ വാപ്പനെ വിവരം അറിയിച്ചാലെയാണ്. ഞാൻ എന്താ പ്രശ്നം? എന്നിട്ട് ഓൻ പോയി ഒരു 3 ദിവസം കഴിഞ്ഞിട്ട്, ഞാനപ്പോൾ ഈ കുടുംബത്തെ വിരിച്ച് വിവരം അയച്ചു, ഇങ്ങനെ ഒരു കത്ത് ഇങ്ങനെ നിങ്ങളെ പുതിയാപ്പിള ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ട് ഇതേ ചങ്ങായി ഉണ്ട് റൂമിൽ വന്ന് മുട്ടണം. ഹലോ ഉസ്താദ് ഉണ്ടോ ഇവിടെ? എന്തോ ഒരു ഭവ്യതയിലാണ്. ഹലോ ഉസ്താദ് ഉണ്ടോ? അപ്പോൾ ഞാൻ പോയപ്പോൾ മെഞ്ഞാന്ന് വന്നോരാ. ഞാൻ ചോദിച്ചു, നിങ്ങളല്ലേ ഇവിടെ മെഞ്ഞാന്ന് വന്നോന്ന് ചോദിച്ചു. ആ അതേ ഉസ്താദ് ഞാൻ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആ വിവരം വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടെന്ന്. എന്നോട് ഞല്ലല്ലല്ല അത് പറയരുതെന്ന് പറയാനാണ് വന്നത്. അതില്ല, ഞാൻ പിൻവലിച്ചിട്ടുണ്ട്. മെനിഞ്ഞാന്ന് 3 ത്വലാഖും ചൊല്ലുക, പിറ്റേന്ന് പിൻവലിക്കുക. ഇതന്നെ ത്വലാഖ് കൊണ്ട് കളിക്കും. ആ കളിക്കാതിരിക്കാനാണ് ഈ കർശനമായ നിയമം അള്ളാഹു കൊണ്ടുവന്നത്. നമ്മൾ പറഞ്ഞില്ലേ, 3 ത്വലാഖ് ചൊല്ലിയാലും പോവില്ല, 3 ത്വലാഖ് ചൊല്ലിയാലും അയക്ക് തിരിച്ചെടുക്കാവുന്ന നിയമങ്ങളിൽ നിയമം പറഞ്ഞാൽ തലാഖ് കൊണ്ട് കുട്ടിക്കളി കളിക്കും. അതില്ലാതാക്കാൻ അള്ളാഹുവിന്റെ ദീൻ കർശനമായി നിയമം വെച്ചത്. അതിന് പാടില്ല. മുത്തലാഖ് ചൊല്ലണമെന്ന് പറഞ്ഞ മതല്ല, ചൊല്ലിയവനെ കൊണ്ടുപോയി ക്രിമിനൽ കുറ്റം ചെയ്തവനായി ജയിലിലടക്കുമെന്നും രണ്ടാമത് ആ പെണ്ണിനെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ തിരിച്ചെടുത്ത് കൂടെ ജീവിക്കാൻ ബാധ്യസ്ഥനാണ് ഭർത്താവെന്നും പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കുഴിച്ചുമൂടാൻ നടത്തുന്ന ശ്രമം ഇത് ഇന്ന് മാത്രമല്ല, ഇത് മനുഷ്യ ചരിത്രത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതാ അള്ളാഹു പറഞ്ഞത്. എന്താണ് ധിക്കാരികൾക്കൊക്കെ വരാൻ പോകുന്ന അന്ത്യമെന്ന് അള്ളാഹു അടുത്ത ആയത്തുകളിൽ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപക്ഷെ ഇരുന്ന് നോക്കിക്കാണാൻ കഴിയും, ഇരുന്ന് നോക്കിക്കാണാൻ കഴിയും. റഹ്മാനായ അള്ളാഹു പറയുകയാണ്, ഇവർ ചെയ്തതും അതുതന്നെയാണ്. എന്താ? നിക്കാഹ്, സ്വന്തം സഹോദരിയെ നിക്കാഹ് ചെയ്യൽ ഹലാലാണ്. അതാ ഓലുണ്ടാക്കിയ നിയമം. ഇപ്പോഴും കല്യാണത്തിന് ത്വലാഖുമ്പോഴും തന്നെയല്ലേ എപ്പോഴും കളി. ഇപ്പോഴും കളി എവിടെ? നിക്കാഹും ത്വലാഖും തന്നെ. അപ്പം ഇത് ഇന്നത്തേതല്ല, പഴയ കാലത്തെ ഉള്ളതാണ്. എന്നാൽ വേറെ ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ബാബിലോണിയക്കാർ ഇസ്രായേല്യരെ, അതായത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അനുയായികൾ, ഇസ്രായേല്യരെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളെ മതം മാറ്റാൻ നിർബന്ധിപ്പിച്ചോ? മതം മാറാൻ കൂട്ടാക്കാത്ത ആളുകളെ തീയിൽ കൊണ്ടുപോയി എറിഞ്ഞ്. ലോക സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ സൂക്കിന്റെ പണി എന്താ? സൂക്കി തന്റെ സൈന്യത്തെ ഉപയോഗിച്ച മുസ്ലിങ്ങൾക്ക് നേരെ നിറവൊഴിച്ചത്. എന്താ പ്രശ്നം? ബുദ്ധമതക്കാരല്ലാത്ത ആൾക്കാരൊന്നും ഈ നാട്ടിൽ വേണ്ട. അതന്നെ അതിന്റെ അടിസ്ഥാനം. അതാണ് അതിന്റെ അടിസ്ഥാനം. അല്ലാഹുവിൽ അവർ വിശ്വസിച്ചു എന്നല്ലാതെ ഒരു കുറ്റവും അവർ ചെയ്തിട്ടില്ല. അതിനാണ് അവരെ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ചത്. എന്നാൽ നാലാമത്തെ അഭിപ്രായം മാത്രമല്ല, അതാണ് പ്രബലമെന്നാണ്
ഇബ്നു ഹിഷാം തങ്ങളും തബരി തങ്ങളും ഇബ്നു ഖൽദൂൻ തങ്ങളും രേഖപ്പെടുത്തിയത്. ആ സംഭവം ഉണ്ടായത് ഇന്ന് സൗദി അറേബ്യയുടെ ഭാഗമായിരിക്കുന്ന നജ്റാനിലാണ് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. നജ്റാനിലാണ്. ക്രിസ്തബ്ദം ഏകദേശം 523 ഈ സംഭവം ഉണ്ടായത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണല്ലോ നജ്റാൻ. ഈ നജ്റാനോട് ചേർന്ന സ്ഥലമാണ് യമൻ. യമനിൽ ക്രിസ്തബ്ദം 430 78 ഇടയ്ക്കാണ് ക്രൈസ്തവ മിഷനറിമാർ എത്തിച്ചേരുന്നത്. അങ്ങനെയാണ് യമൻ ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് മുമ്പ് യമൻ ക്രൈസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത് ഈ ക്രൈസ്തവ മിഷനറിമാർ മുഖേനയാണ്. ഈ യമനിന്റെ അടുത്ത പ്രദേശമാണ് നജ്റാൻ. ആ കാലത്ത് തന്നെ നജ്റാനിലേക്ക് മിഷനറിമാർ വന്നു. എന്നിട്ട് ബിംബങ്ങളെ ആരാധിക്കുന്നതിന്റെ മൗഢ്യമായ കാര്യങ്ങളെ കുറിച്ച് അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അങ്ങനെ നജ്റാനുകാർ ക്രൈസ്തവ മതം സ്വീകരിച്ചു. ഏകദൈവ വിശ്വാസികളായി. ഏകദൈവ വിശ്വാസമായിരുന്നവരുടെ പാരമ്പര്യം. അങ്ങനെ കടന്നു പോരുമ്പോഴാ യമനിൽ നിന്ന് ഹിമ്യർ വംശത്തിൽപ്പെട്ട ഒരു രാജാവ് യസ്രിബിൽ വന്നു, മദീനയിൽ വന്നു. മദീനയിലുണ്ടായിരുന്ന ജൂതമതക്കാരെ കണ്ട് അയാൾ ജൂതമതത്തിൽ ആകൃഷ്ടനായി. അങ്ങനെ അയാൾ ജൂതമതം സ്വീകരിച്ചു. അയാൾ തന്റെ നാട്ടിലേക്ക് യമനിലേക്ക് പോകുമ്പോ മദീനയിൽ നിന്ന് ധാരാളം ഖുറൈള ഗോത്രത്തിൽപ്പെട്ട ജൂത പണ്ഡിതന്മാരെ കൊണ്ടുപോയി. എന്നിട്ട് യമനിൽ ജൂതമതം പ്രചരിപ്പിച്ചു. അങ്ങനെ യമൻ ജൂതമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. ഈ ഹിമ്യർ രാജാവ് മരിച്ചുപോയി. ഹിമ്യർ വർഷത്തിൽപ്പെട്ട ഈ രാജാവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകനായ ദുന്നവാസ് എന്ന് പറയുന്ന അയാൾ തന്റെ സൈനികരെ കൂട്ടി നജ്റാനിൽ ആക്രമണം നടത്തി. എന്നിട്ട് ഒരുപാട് ആളുകളെ കൊന്നു. മാത്രമല്ല നജ്റാനുകാരെ ജൂതമതത്തിലേക്ക് മതം മാറാൻ അയാൾ നിർബന്ധിപ്പിച്ചു. കൂട്ടാക്കാത്ത ആളുകളെ ക്രൂരമായി കൊന്നു. മാത്രമല്ല നജ്റാനിലെ അന്ന് ഭരണത്തലപ്പത്തിരുന്നിരുന്ന ഹാരിസ് എന്ന് പറയുന്ന ആളെ ക്രൂരമായി കൊല ചെയ്തു അദ്ദേഹം. മാത്രമല്ല അയാളുടെ ഭാര്യയായിരുന്ന ഹേമയെ കൊലപ്പെടുത്തി. ആ രക്തം, അമ്മയുടെ രക്തം മക്കളെ കൊണ്ട് ഈ ഹേമയുടെ മുമ്പിൽ വെച്ച് 2 പെൺമക്കളെ കൊലപ്പെടുത്തി. പെൺമക്കളുടെ രക്തം ഈ അമ്മയെ കൊണ്ട് കുടിപ്പിച്ചു. ആലോചിക്കണം, അക്രമത്തിന്റെ ഗൗരവത്തെ കുറിച്ച് ചിന്തിക്കണം നിങ്ങൾ. സ്വന്തം മാതാവിന്റെ മുമ്പിൽ വെച്ച് 2 മക്കളെ 2 പെൺമക്കളെ കൊന്നിട്ട് ആ മക്കളുടെ രക്തം സ്വന്തം മാതാവിനോട് കുടിപ്പിച്ചു അവർ. മാത്രമല്ല ഈ ദുന്നവാസ് എന്ന ക്രൂരനായ ഭരണാധികാരി ഒരുപാട് അതിക്രമങ്ങൾ കാണിച്ചു. അവിടത്തെ ഏറ്റവും പ്രസിദ്ധമായ ജൂത പണ്ഡിതന്റെ കല്ലറയായിരുന്ന ബിഷപ്പ് പോളിന്റെ കല്ലറ മാന്തിയെടുത്ത് അതിൽ നിന്ന് അസ്ഥികൂടങ്ങൾ പുറത്തെടുത്ത് ആ അസ്ഥികൂടങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് കത്തിച്ചു കളഞ്ഞു. മാത്രമല്ല സ്ത്രീകൾ, കുട്ടികൾ, മതപുരോഹിതന്മാർ, അങ്ങനെ ജൂതമതത്തിലേക്ക് മതം മാറാത്ത മുഴുവൻ ആളുകളെയും വലിയ വലിയ തീയിന്റെ കിടങ്ങുകളുണ്ടാക്കി ആ കിടങ്ങിലേക്ക് അയാൾ വലിച്ചെറിഞ്ഞു. ഇതായിരുന്നു ദുന്നവാസ് എന്ന് പറയുന്ന ഭരണാധികാരി ചെയ്തത്. ആ സംഭവത്തെ ഉദ്ധരിച്ചാണ് അള്ളാഹു ഈ പറഞ്ഞത് എന്നാണ് വേറെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. എന്നാൽ ദുന്നവാസിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു? ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. ഈ ദുന്നവാസ് അയാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ശപിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അതിക്രമങ്ങൾ അരങ്ങേറുന്ന സമയത്ത് നജ്റാനിൽ നിന്ന് ഒരാൾ എത്യോപ്യയിലേക്ക് ഓടിപ്പോകുന്നത്. എത്യോപ്യയിൽ അന്ന് എത്യോപ്യ ഭരിച്ചിരുന്ന ക്രൈസ്തവ രാജാവായിരുന്ന നജ്ജാഷിയോട് കാര്യങ്ങൾ പറഞ്ഞു. നജ്ജാഷി അദ്ദേഹം സീസറോട് ഒരു സൈന്യത്തെ ഒരുക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. 70,000 പടയാളികളുമായുള്ള സൈന്യവുമായി വന്ന് നജ്ജാഷി രാജാവിന്റെ പടയാളികൾ ദുന്നവാസിനെ ക്രൂരമായി കൊല ചെയ്തു. അതുകൊണ്ട് തന്നെ പാവങ്ങളായ മുഅ്മിനീങ്ങളുടെ രക്തക്കരകൾ പുരണ്ട കൈകൾ, ആ കൈകൾ ഇഞ്ചിഞ്ചായല്ലാതെ മരണപ്പെടില്ല എന്ന്
ആരാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? രാജാതിരാജനായ അല്ലാഹുവ. വസ്സമായി ദാതിൽ ബുറാജ്. ഇനി വരണം നിങ്ങൾ. വസ്സമായി ദാതിൽ ബുറാജ്. സുഭദ്രമായ കോട്ടകളുള്ള ആകാശത്തെ തന്നെയാണ് സത്യം. എന്തിനാണത് പറഞ്ഞത്? ഈ വിശാലമായ ശാസ്ത്രലോകത്തിന്, എന്നാൽ മനുഷ്യലോകത്തിന് ഇന്ന് വരെ അതിന്റെ പൂർണ്ണമായ രഹസ്യങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത പ്രപഞ്ചത്തിലെ വിശാലമായ ആകാശലോകങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന റബ്ബിന് ഈ 5 അടി പൊക്കമുള്ള മനുഷ്യനെ പിടികൂടാൻ പ്രയാസമുണ്ട് എന്നവൻ മനസ്സിലാക്കുന്നുണ്ടോ? അവർക്ക് തലക്ക് കൊടുക്കണ കാരണ്ടറ്റ് കുട്ടിക്ക് കൊടുക്കണ അടിയാണത്. 1, 2, 5, 10 കൊല്ലം കൊണ്ടാകണം എന്നില്ല. അല്ലാഹു പറയുകയാ, ഈ ആകാശലോകങ്ങളെ താങ്ങി നിർത്തുന്ന റബ്ബിന് ഈ 6 അടി പൊക്കമുള്ള മനുഷ്യനെ പിടികൂടാൻ പ്രയാസമുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഭൂമിയിൽ ഇതിന്റെ ദുരന്തം അനുഭവിച്ചല്ലാതെ മരിക്കൂല എന്ന് ഖുർആൻ അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഖിയാമത്ത് നാളിനെ തന്നെയാണ് സത്യം. ഭൂമിയിലെ ശിക്ഷ കൊണ്ട് അവസാനിക്കില്ല. ഖിയാമത്ത് നാളിലും അതിദാരുണമായ ശിക്ഷക്ക് അവർ പാത്രീഭൂതരാവും. എന്താ ശിക്ഷ? എന്ത് ശിക്ഷയാണോ മുഅ്മിനീങ്ങൾക്ക് നേരെ അവർ നടപ്പിലാക്കിയത്, അതേ ശിക്ഷ മഹ്ശറയിൽ അല്ലാഹുർക്ക് കൊടുക്കും. എങ്ങനെയാ നൽകുന്നത്? ഇവർ അനുഭവിക്കുന്ന, ഇവരെ ക്രൂരമായി ശിക്ഷിച്ചിട്ട് ആ ശിക്ഷ അനുഭവിക്കുന്നത് കണ്ട് രസിച്ച പോലെ മഹ്ശറയിൽ വെച്ച് അല്ലാഹു അവരെ ശിക്ഷിക്കുമ്പോൾ കാണാൻ ഭൂമിയിൽ വെച്ച് ഈ ശിക്ഷയ്ക്ക് വിധേയമായവർക്ക് അത് കാണാനുള്ള അവസരം അല്ലാഹു നൽകുമെന്ന്. അതാണ് കണ്ടു നിന്നവരെയും കാണപ്പെട്ടവരെയും തന്നെയാണ് സത്യം എന്ന് അല്ലാഹു പറഞ്ഞത്. ഈ 3 രീതിയിലുള്ള ശിക്ഷയാണ് അവർക്ക് വരാനുള്ളത് എന്ന് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു അറിയിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അല്ലേ, ലോകത്ത് കഴിഞ്ഞു പോയ ധിക്കാരികളെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ നിങ്ങൾ. അതേപോലെ തന്നെ ലോലി ശിക്ഷിക്കപ്പെട്ടത്. അതേപോലെ തന്നെ ഇത് ഖുർആൻ നമ്മളോട് സംസാരിക്കണേ. നിങ്ങൾ ഉറങ്ങാണോ? ഉണ്ടില്ല. നിങ്ങൾ ഉറങ്ങാണോ? എന്നാ ഒരു സ്വലാത്തില്ലാണ് എല്ലാവരും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒന്നുകൂടെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു നമ്മളോടാ സംസാരിക്കുന്നത്. അല്ലേ, ലോകത്ത് കഴിഞ്ഞു പോയ ധിക്കാരികളെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കിയാണ്. ആരാ? ഒന്ന്, ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരി ആരാ? ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയാണല്ലോ ഒന്ന് ഫറോവയാണല്ലോ, ഫിർഔൻ. അല്ലേ, ഫിർഔൻ. ഈ സൂറത്തിലും അല്ലാഹു ഇതെടുത്ത് പറയുന്നുണ്ടല്ലോ. ഹൽ അതാക ഹദീതുൽ ജുനൂദ് ഫിർഔന വസമൂദ് ബലില്ലദീന കഫറൂ ഫീ തക്ദീബ്. ഈ സൂറത്തിന്റെ അവസാനത്തിൽ അല്ലാഹു ഏറ്റവും വലിയ ധിക്കാരികൾക്ക് വന്ന അന്ത്യത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നിടത്ത് ഫറോവയെ അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. അല്ലേ, ലോകത്ത് കടന്ന എല്ലാ ധിക്കാരികളെ കുറിച്ചൊന്നും പറഞ്ഞു തരണ്ട. ഉദാഹരണത്തിന് 1-2 ആളുകളെ പറഞ്ഞെന്നാ പോരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണേ, ഇത് വലിയ അക്രമായാലും ചെറിയ അക്രമായാലും ചില മനുഷ്യന്മാരുണ്ട് വെറുതെ ആളുകളെ ഇടങ്ങാറാക്കും. അല്ലേ, വെറുതെ ആളുകൾ ഇടങ്ങാറാക്കും. പഴയ കാലത്തൊക്കെ ഉണ്ടായത് അങ്ങനെ ജഗപോക്കിരികൾ. എന്താ പണി? വേറുള്ളവരൊക്കെ ഇടങ്ങാറാക്കുക. പഴയ കാലത്തുണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരു വ്യവസ്ഥ. ജന്മിക്കുടിയാൻ വ്യവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവില്ലേ, കാരണം നമ്മളത് അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് തീരില്ല. ആ കാലത്തുള്ള സ്ഥിതി എന്താ? ആ സ്ഥാനത്തുള്ള സ്ഥിതി
ജന്മിയുടെ മുമ്പിലൂടെ അടിയാന് ചെരുപ്പിട്ട് പോകാൻ പറ്റൂല, തല മറക്കാൻ പറ്റൂല, മറക്കാൻ പറ്റൂല, കുടിയനൊരു നല്ല അവസ്ഥ ഉണ്ടാവാൻ പറ്റൂല. എല്ലാവരും മനുഷ്യന്മാരല്ലേ അല്ലേ? കുടിയാന്റെ ശരീരത്തിലേക്ക് കാർക്കിച്ചു തുപ്പുക. ചില ആളുകളുടെ വേറെ ചില ആളുകളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന മനുഷ്യന്മാർ, ഓരോടൊക്കെ പറയൊക്കെ അക്രമ. ഇൻസൾട്ട് ചെയ്യരുതൊരു മനുഷ്യനെ, ഒരാളെയും വേദനിപ്പിക്കരുതേ. മാനസികമായി ഒരാൾക്ക് നൽകുന്ന പീഡനം ഏറ്റവും വലിയ പീഡനമാണ്, ഏറ്റവും വലിയ പീഡനമാണത്. ഞാൻ പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ഒരാളെയും നിസ്സാരമായി കാണരുത്. എല്ലാവർക്കും ആദരവും ബഹുമാനവുമാണ് നമ്മൾ നൽകേണ്ടത്. ഞാൻ ഓനേക്കാൾ ഉഷാറാ, ഓന്റെ കുടുംബം എൻ്റെ കുടുംബം തമ്മിൽ തട്ടിച്ചു നോക്കിയ എൻ്റെ കുടുംബത്തിന്റെ 4 അയലത്ത് പോലും എത്തൂല. ക്യാ ഹേ, എന്ത് കുടുംബം? ഉമർ ഖാദി ചോദിച്ചില്ലേ, അയാ ഫാഖിറൻ ബിന്നസാബി കൈഫ തഫാഖുറു വഅസ്ലുകും മിൻ ഖബലു തിയവനായരു വആശാരി മുശാരി വമന്നനു പറയനു. നീയടോ അയാ ഫാഖിറൻ ബിന്നസബ്, ഈ കുടുംബത്തിന്റെ മഹിമ പറയുന്ന മനുഷ്യ, നീ എന്ത് മഹിമയാണടോ പറയുന്നത്? നീ എന്ത് മഹിമയാ പറയുന്നത്? ഞങ്ങൾ കാഞ്ഞിരക്കുറ്റിക്കാരാ. അങ്ങനെ ആരും ഇല്ലല്ലോ ഉസ്മാനാജി, ഇവിടെ ഉണ്ടോ? കാഞ്ഞിരക്കുറ്റി എന്ന കുടുംബം ഉണ്ട് ഇവിടെ? കുറച്ചോനെ ഉണ്ടെങ്കിൽ പൊറുക്കണേ, ഞാൻ ഒന്നും ഉണ്ടാവില്ല എഴുതിയിട്ടാണ് പറഞ്ഞു വിട്ടതാ. കാഞ്ഞിരക്കുറ്റി കുടുംബം. എന്നിട്ടോ ഓൻ പറയാ കാഞ്ഞിരക്കുറ്റി കുടുംബം. എന്നിട്ട് എന്താ പ്രശ്നം? ഓൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഏത് വിഷയം ഉണ്ടായാലും ആ കുടുംബത്തിന് ആദ്യം പരിഗണിച്ചോളണം, അല്ലെങ്കിൽ ഓ നാട്ടിൽ കുഴപ്പമുണ്ടാവും. എന്ത് കുടുംബം, എന്ത് ക്യാ ഹേ? അയാ ഫാഖിറൻ ബിന്നസബി. ഖുർആൻ തന്നെ പറഞ്ഞ എന്താ നിങ്ങള്? എന്താ ഖുർആൻ പറഞ്ഞത്? ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. എന്തിന്? വജഅൽനാകും ശുഊബൻ വ ഖബായിൽ, നിങ്ങളെ നാം വ്യത്യസ്ത ഗോത്രങ്ങളും ഉപഗോത്രങ്ങളും കുടുംബങ്ങളുമാക്കി തിരിച്ചത്. ലിതഅറഫൂ, തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ആദരണീയരാരാ? കാഞ്ഞിരക്കുറ്റിക്കാരനല്ല, പിന്നെ പിന്നെന്താ, ആലിം പറമ്പുകാരനല്ല. ഞാൻ ഉദാഹരണം പറയാൻ ഉണ്ടെങ്കിൽ ഇന്നോട്ട് പൊറുക്കണേ, അങ്ങനെ പേരൊന്നും ഉണ്ടാവില്ല എഴുതിയിട്ടാണ് ഞാൻ അങ്ങനൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞത്. ആരുമല്ല, പിന്നെ അള്ളാഹ്ക്ക് തഖ്വ ചെയ്ത് ജീവിക്കണമല്ലോ. ആരാ? അവനാ അള്ളാഹുവിൻ്റെ അടുത്തുത്തമൻ. കുടുംബത്തിനൊന്നും ഒരു പ്രാധാന്യമില്ല. അയാ ഫാഖിറൻ ബിന്നസാബി കൈഫ തഫാഖുറു വഅസ്ലുകും മിൻ ഖബലു തിയവനായരു വആശാരി മുശാരി വമന്നനു പറയനു. ഉമർ ഖാദി അതാണ് പറഞ്ഞത്. ആ ആയത്തിൻ്റെ വേറൊരു തഫ്സീർ വേറൊരു കോലത്ത് പറഞ്ഞതാ. മനുഷ്യ, കുടുംബത്തിൻ്റെ കുലമഹിമ പറഞ്ഞ് അഹങ്കരിക്കുന്നവനെ, നിനക്ക് അഹങ്കരിക്കാൻ എന്തവകാശം? എന്തവകാശമാണ് നിനക്ക്? നിന്റെ തുടക്കം എന്ന് പറയുന്നത് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നിന്റെ വാപ്പാന്റെ 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 8ാമത്തെ വാപ്പ കൃഷ്ണൻകുട്ടിയാൻ, നിന്റെ 9ാമത്തെ വല്യാപ്പ ശൂദ്രനാണ് രാമൻകുട്ടിയാൻ, നിന്റെ 10ാമത്തെ വല്യമ്മ തങ്കമണിയാൻ, നിന്റെ 11ാമത്തെ വലിയ അമ്മ, ആ അമ്മയുടെ പേര് രുക്മിണി എന്നാണ്. നീ പിന്നെ എന്തിന്റെ പേരിലാ കുടുംബം പറഞ്ഞ് അഹങ്കരിക്കുന്നത് എന്ന് ഉമർ ഖാദിയാ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരാളും മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യരുത് എന്ന്. അത് അല്ലാഹു പൊറുക്കാത്തതാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാ, ലാ ശക്ക ഫീഹി, സംശയിക്കുകയേ ചെയ്യേണ്ട അതിൽ, സലാത്തു ദഅവാതിൻ മുസ്തജാബാത്, 3 പ്രാർത്ഥനകൾ ഉടനടി ഉത്തരമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. സലാത്തു ദഅവാത്,
3 പ്രാർത്ഥനകൾ മുസ്തജാബാത്തുൻ, ഉടനടി ഉത്തരമുള്ള പ്രാർത്ഥനകളാ. ലാ ശക്ക ഫീഹിന്ന, അതിൽ സംശയിക്കുകയേ ചെയ്യേണ്ടതില്ല. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ഒന്നേതാ ദഅവത്തുൽ വാലിദൈനി അലാ വലദിഹിമാ, മാതാപിതാക്കൾ മക്കൾക്കെതിരായി നടത്തുന്ന പ്രാർത്ഥനയാണ്. മാതാപിതാക്കൾ മക്കൾക്കെതിരായി നടത്തുന്ന പ്രാർത്ഥന ഉടനടി ഉത്തരമുള്ള പ്രാർത്ഥനയാണ് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തേതോ വദഅവത്തുൽ മളലൂം അലല്ലാലിം, അക്രമിക്കെതിരായി അക്രമിക്കപ്പെടുന്നവൻ നടത്തുന്ന പ്രാർത്ഥനയാണ്. അക്രമിക്കെതിരായി ആക്രമിക്കപ്പെടുന്നവൻ നടത്തുന്ന പ്രാർത്ഥനയാണ് രണ്ടാമത്തെ പ്രാർത്ഥന. അതിൻ്റെയും അല്ലാഹുവിൻ്റെയും ഇടയിൽ മറയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് ഇൻസൾട്ട് ചെയ്ത്? ഒരു കുട്ടിയെ പോലും ഇൻസൾട്ട് ചെയ്യരുത്. ഒരു കുട്ടിയെ പോലും ഇൻസൾട്ട് ചെയ്യരുത്. അല്ലേ? ഖൽബിനുണ്ടാക്കുന്ന വേദന, ആ വേദനക്ക് അപ്പം തന്നെ തിരിച്ചടി കിട്ടുന്നു. അല്ലാഹു കാക്കട്ടെ. ഒക്കെ പറയും അല്ലാഹു കാക്കട്ടെ. അല്ലാഹുവേ, അറിയാതെ വന്നു പോയെങ്കിൽ നീ പൊറുക്കണേ അല്ലാ. പഴയ കാലത്തെ മഹാന്മാർ നായയെ കണ്ടാൽ പോലും, നായ എത്ര നികട്ട ജീവിയാണ്. പഴയ കാലത്തൊരു മഹാൻ ഒരു നായയെ കണ്ടത്. കുറേ ആളുകൾ ആ നായ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അയാൾ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ നായയെ കളിയാക്കണത്? ആ സൃഷ്ടിയെ സൃഷ്ടിച്ചതോ അല്ലല്ലേ? ഇപ്പോൾ വിലറിന നായല്ലേ, അല്ല നികട്ട ജീവിയാന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഈ മഹാൻ പറഞ്ഞെന്താ അറിയോ? നായയാണോ നമ്മളാണോ ഉഷാർന്ന് തിരണമെങ്കിൽ സിറാത്ത് പാലം കടക്കണം. സിറാത്ത് പാലം കടക്കണ ഒരു നായ ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ നായ ഖത്മീറാണ്. ഈ നായയുടെ കൂട്ടത്തിലാണെന്നറിയില്ല. സിറാത്ത് പാലം നമ്മൾ കടന്നെങ്കിൽ നമ്മൾ ഈ നായേക്കാൾ ഉഷാറെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ നായേക്കാൾ മോശമാ. ഉലൈക കൽ അൻആം ബൽ ഹും അളൽ. ചില മനുഷ്യന്മാർ മൃഗങ്ങളെ പോലെയാണ്, അല്ല അവരെക്കാളും അതപ്പതിച്ചവരാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ? ആ കൂട്ടത്തിലാണോ നമ്മളെന്ന് തിരിയണമെങ്കിൽ സിറാത്ത് പാലം കടക്കണമെന്ന മഹാന്മാർ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് അക്രമം എന്നല്ല, കൈകൊണ്ട് അക്രമം തന്നെ ആയിക്കൊള്ളുന്നില്ല. ഏത് അക്രമവും അള്ളാഹുവിന് ഇഷ്ടപ്പെടില്ല. രാജാതിരാജനായ അള്ളാഹുവിന് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഈ നാട്ടിൽ എൻ്റെ ചെറുപ്പക്കാരോടൊക്കെ പറയാം, ഇവിടെ ആ ക്യാൻസർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഉണ്ടോ സാർ? ഈ പുതിയാപ്പളോണ സമയത്ത് കോമാളി കളിക്കണ പരിപാടി ഇവിടെ ഉണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല. അൽഹംദുലില്ലാ. എൻ്റെ ചെറുപ്പക്കാരോട് പറയാം, അതില്ലാതെ നമ്മുടെ മഹല്ലിനെ അതില്ലാതെ പിടിച്ചു നിർത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ചെറുപ്പക്കാരെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നല്ലോല അവിടെയുള്ള മക്കളൊക്കെ നല്ല മര്യാദ ഉള്ളോല, നല്ല മര്യാദയും ബഹുമാനവും ഒക്കെ ഉള്ള തലമുറയാണ്. അല്ലാ, ഭാവിയിൽ നിന്റെ പരിശുദ്ധമായ ദീൻ ഏറ്റെടുക്കാൻ പറ്റാവുന്ന മുത്തഖീങ്ങളാക്കിയവരെ നീ മാറ്റണേ റബ്ബേ. ഭാര്യ വീട്ടിൽ പോയിട്ട് കടക്ക വലിച്ചു കീറുക, AC കേട് വരുത്തുക, അവിടെയുള്ള കസാല പൊട്ടിക്കുക, ജനൽ ചില്ല് അടിച്ചു പൊട്ടിക്കുക, അവിടെയുള്ള മനുഷ്യന്മാരുടെ മേത്തൊക്കെ ബൾബ് സ്പ്രേ വിതറുക, എല്ലാ പൊടികൾ വിതറുക, ഇങ്ങനെ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അതിൻ്റെ ഒക്കെ പേര് അക്രമം എന്നാണ്. അതിൻ്റെ ഒക്കെ പേര് അക്രമം എന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ അക്രമിയായിരുന്നു ആര്? ഖുർആൻ പരിചയപ്പെടുത്തിയല്ലോ. ഹൽ അതാക ഹദീഥു മൂസ, ഹൽ അതാക ഹദീഥു മൂസ ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى. ലോകത്തെ ഏറ്റവും വലിയ ക്രൂരതയും അക്രമവും കാണിച്ച ആളായിരുന്നു ഫിർഔൻ എന്ന ഫറോവ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കേട്ടോളിട്ടോ, നല്ലോ ശ്രദ്ധിക്കണേ. ഈ ഫറോവ എന്തിനാ അള്ളാഹു ഏതോ കാലത്ത് കഴിഞ്ഞ ഒരു ചരിത്രം എന്തിനാ നമുക്ക് പറഞ്ഞത്? ആ ഫറോവയുടെ സ്വഭാവമുള്ള ധിക്കാരികൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോ. ആരാന്ന് പേരൊന്നും ഞാൻ പറയില്ല, നിങ്ങൾക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും.